ദേശീയ വാസ്കുലർ ദിനാചരണത്തിന്റെ ഭാഗമായി ലൂർദ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാസ്കുലർ ആൻഡ് എൻഡോവാസ്കുലർ സയൻസസ്, വാസ്കുലർ സൊസൈറ്റി ഓഫ് കേരളയുമായി സഹകരിച്ച് സേവ് എവരി AV ഫിസ്റ്റുല എന്ന പേരിൽ വർഷം നീണ്ടുനിൽക്കുന്ന ബോധവൽക്കരണ ക്യാമ്പയിന് എറണാകുളം ലൂർദ് ആശുപത്രിയിൽ തുടക്കമായി. ഡയാലിസിസ് രോഗികളുടെ ജീവരേഖയായ AV ഫിസ്റ്റുലയുടെ പ്രാധാന്യം, സംരക്ഷണം എന്നിവയെക്കുറിച്ച് രോഗികളിലും ആരോഗ്യ പ്രവർത്തകരിലും പൊതുജനങ്ങളിലും അവബോധം വളർത്തുകയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഡയാലിസിസ് രോഗികൾക്ക് ഏറ്റവും സുരക്ഷിതവും ഫലപ്രദവുമായ വാസ്കുലർ ആക്സസ് AV ഫിസ്റ്റുലയാണെന്നും ഇതിന്റെ ദീർഘകാല പ്രവർത്തനക്ഷമതയ്ക്ക് കൃത്യമായ പരിചരണവും സമയോചിതമായ ചികിത്സയും അത്യന്താപേക്ഷിതമാണെന്നും വാസ്കുലർ സർജറി വിഭാഗം മേധാവി ഡോക്ടർ വിമൽ ഐപ്പ് ചടങ്ങിൽ സ്വാഗത പ്രസംഗത്തിൽ വ്യക്തമാക്കി. ലൂർദ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡയറക്ടർ റവറന്റ് ഫാദർ വിമൽ ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലെ സീനിയർ കൺസൾട്ടന്റ് നെഫ്രോളജിസ്റ്റും അസോസിയേഷൻ ഓഫ് കൊച്ചിൻ നെഫ്രോളജിസ്റ്റ് പ്രസിഡന്റുമായ ഡോക്ടർ മാമൻ M. ജോൺ ക്യാമ്പയിനിന്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിച്ചു. വാസ്കുലർ ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച AV ഫിസ്റ്റുല സ്ക്രീനിംഗ് ക്യാമ്പയിൻ പങ്കെടുക്കുന്നവരിൽ നിന്ന് അർഹരായി തെരഞ്ഞെടുക്കപ്പെടുന്ന നിർധനരായ രോഗികൾക്ക് ലൂർദ് ആശുപത്രിയിൽ സൗജന്യമായി ഫിസ്റ്റുല ശസ്ത്രക്രിയ നടത്തി നൽകുമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ഡയാലിസിസ് രോഗികൾക്കുള്ള ഡയലൈസർ കിറ്റുകൾ ഓർത്തോപീഡിക് വിഭാഗം മേധാവിയും റോട്ടറി ക്ലബ് കൊച്ചിൻ ഗ്ലോബൽ പ്രസിഡന്റുമായ ഡോക്ടർ ജോൺ T. ജോൺ വിതരണം ചെയ്തു. ലൂർദ് ആശുപത്രിയിലെ നെഫ്രോളജി ആൻഡ് ഡയാലിസിസ് സെന്ററിന്റെ വിവിധ സേവനങ്ങൾ പരിചയപ്പെടുത്തുന്ന ഡോക്യുമെന്ററി വീഡിയോ ചടങ്ങിൽ പ്രദർശിപ്പിച്ചു. മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ സന്തോഷ് ജോൺ എബ്രാഹാം അനുമോദന പ്രസംഗവും നെഫ്രോളജി വിഭാഗം മേധാവി ബിനു ഉപേന്ദ്രൻ നന്ദിയും രേഖപ്പെടുത്തി. തുടർന്ന് നടന്ന ബോധവൽക്കരണ സെഷനിൽ ലൂർദ് കോളേജ് ഓഫ് നഴ്സിംഗിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ബോധവൽക്കരണ നാടകവും ശ്രദ്ധേയമായി. ഡോക്ടർ പുന്നൂസ് തോമസ്, ഡോക്ടർ രാഹുൽ രാജൻ എന്നിവർ ഫിസ്റ്റുലയുടെ പരിചരണം, തകരാറുകളുടെ പ്രാരംഭ ലക്ഷണങ്ങൾ തിരിച്ചറിയൽ, സമയബന്ധിതമായ ചികിത്സയുടെ പ്രാധാന്യം എന്നിവയെക്കുറിച്ച് ക്ലാസുകൾ നയിച്ചു. വൈദികർ, ആശുപത്രി മാനേജ്മെന്റ് പ്രതിനിധികൾ, ഡോക്ടർമാർ, നഴ്സിംഗ് വിദ്യാർത്ഥികൾ, ഡയാലിസിസ് രോഗികൾ, അവരുടെ കുടുംബാംഗങ്ങൾ എന്നിവർ ഉൾപ്പെട്ട വൻ ജനപങ്കാളിത്തത്തോടെയാണ് പരിപാടി സമാപിച്ചത്.